വരെ കേസ് കൊടുത്ത, ഖുറാനിലാണ് എൻ്റെ ഉത്തരമുള്ളതെന്ന് പറഞ്ഞ് മതം മാറിയ ശേഷവും തൻ്റെ പാഷനെ മുറുകെ പിടിച്ച ഒരു പെണ്ണ്. മലയാള സിനിമയിൽ പ്രത്യക്ഷപ്പെട്ടുവെങ്കിലും ഓർത്തുവെക്കാൻ തക്ക വേഷങ്ങളിൽ ഒന്നിൽ പോലും എത്താത്ത നടി. എന്തുകൊണ്ട് തനിക്ക് അവസരങ്ങൾ നഷ്ടമായെന്നും ആരാണ് തന്നെ സിനിമയിൽ നിന്നും ആട്ടി ഓടിച്ചതെന്നും സോഷ്യൽ മീഡിയയിൽ വന്ന് പറയാൻ തക്ക ചങ്കൂറ്റം. പലരുടെയും മുഖം മൂടി വലിച്ചൂരിയ മീനു മുനീർ ശരിക്കും ആരാണ്? കഴിഞ്ഞ ദിവസങ്ങൾ സെർച്ച് എഞ്ചിനിൽ മലയാളി തേടിയ ആ മുഖത്തെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. ജയസൂര്യ, മുകേഷ്, മണിയൻപിള്ള രാജു, ഇടവേള ബാബു, പ്രമുഖ നടന്മാരെയൊക്കെ തുറന്നു പറച്ചിലിൽ പ്രതിക്കൂട്ടിലാക്കിയ പെണ്ണ്. പ്രബലരായവർക്കെതിരെ ശക്തമായി പ്രതികരിക്കാൻ മാധ്യമങ്ങളുടെ മുന്നിലിരുന്ന മിനു മുനീർ എന്ന അഭിനേത്രിയുടെ ചങ്കൂറ്റം കണ്ട് മലയാളികൾ ഞെട്ടിയിരിക്കുകയാണ്. ശാരീരികമായും മാനസികവുമായി തന്നെ ഉപദ്രവിച്ചവരുടെ കൂട്ടത്തിൽ താരങ്ങൾ മാത്രമല്ല, അഡ്വക്കേറ്റ് ചന്ദ്രശേഖർ, പ്രൊഡക്ഷൻ കൺട്രോളർ നോബിൾ, വിച്ചു എന്നിവർക്കെതിരെയും ഇവർ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞു. അമ്മയിൽ അംഗത്വം ലഭിക്കാൻ ഇടവേള ബാബു വഴങ്ങിക്കൊടുക്കാൻ ആവശ്യപ്പെട്ടുവെന്നാണ് പറഞ്ഞത്. ദേ ഇങ്ങോട്ട് നോക്കിയേ എന്ന സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് ജയസൂര്യ ലൈംഗിക താല്പര്യത്തോടെ പെരുമാറിയെന്ന് മിനു ആരോപിക്കുന്നു. പിറകിൽ നിന്ന് തന്നെ ചേർത്തു പിടിച്ച ജയസൂര്യയെക്കുറിച്ചും വഴങ്ങിത്തന്നാൽ ഭാവിയിൽ ഗുണം ചെയ്യുമെന്ന് പറഞ്ഞ് സമീപിച്ച മുകേഷിനോടും സമ്മതമല്ലെന്ന് പറഞ്ഞപ്പോൾ വൃത്തികേട് പറഞ്ഞ അയാളുടെ മുഖം മൂടി വെട്ടിക്കീറിയായിരുന്നു പരാമർശം. മണിയൻപിള്ള രാജു മോശമായി പെരുമാറിയെന്നും നടി ആരോപിക്കുന്നുണ്ട്. ഡാ തടിയ എന്ന സിനിമയുടെ ചിത്രീകരണം നടക്കുമ്പോൾ ഹോട്ടൽ മുറിയിലേക്ക് വരുമെന്ന് പറഞ്ഞുവെന്നും പിറ്റേ ദിവസം ലൊക്കേഷനിൽ വന്ന് ദേഷ്യപ്പെട്ടുവെന്നും മിനു ആരോപിച്ചു. അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാവാത്തതിനാൽ മലയാള സിനിമാ മേഖല ഉപേക്ഷിക്കേണ്ടി വന്ന കഥയാണ് അവർക്ക് മാധ്യമങ്ങളുടെ മുന്നിൽ പറയാനുണ്ടായിരുന്നത്. സിനിമയിൽ തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഉപദ്രവം അസഹനീയമായതോടെ മലയാള സിനിമ എന്നേക്കുമായി ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറ്റാൻ താൻ നിർബന്ധിതയായി. മിനുവിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. ഫേസ്ബുക്കിൽ മിനു തനിക്കുണ്ടായ ദുരനുഭവങ്ങൾ എണ്ണി പറഞ്ഞപ്പോൾ മലയാളി ഗൂഗിളിനോട് ഇവരാരാണെന്ന് ചോദിച്ചു. മലയാളത്തിലെ ചെറിയ വേഷങ്ങളിൽ ഒതുങ്ങിപ്പോയ എന്നാൽ അന്യഭാഷകളിൽ ഏറെ പ്രിയങ്കരിയായ മിനു മുനീർ ശരിക്കും ആരാണ്? ആദ്യമായിട്ടല്ല ഇവർ ഇത്തരത്തിലൊരു പരാതിയുമായി രംഗത്തെത്തുന്നത്. നേരത്തെ സുരേഷ് ഗോപിക്കെതിരെ സാമ്പത്തിക വിഷയത്തിൽ പരാതി കൊടുത്തതും ഇവർ തന്നെയാണ്. ഇതോടൊപ്പം ഒരു വീട്ടമ്മയ്ക്കെതിരെയും നൽകിയ പരാതികളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ കുത്തിപ്പൊക്കുന്നത്. നടിയോട് അപമര്യാദയായി സംസാരിച്ചു എന്ന് കാണിച്ച് സുരേഷ് ഗോപിക്കെതിരെ നടി വർഷങ്ങൾക്ക് മുമ്പ് തന്നെ പരാതി നൽകിയിട്ടുണ്ട്. മിനുവിന്റെ കാർ ഡ്രൈവറുമായുള്ള പ്രശ്നത്തിന്റെ പേരിലാണ് താരങ്ങൾ ഏറ്റുമുട്ടിയത്. മിനു കുര്യൻ തന്റെ ഡ്രൈവർക്ക് 6 ലക്ഷം രൂപ കടം നൽകിയെന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ ഇത് മിനുവിന് തിരിച്ചു നൽകാതെ ഡ്രൈവർ പിണങ്ങുകയും സുരേഷ് ഗോപിയുടെ ഡ്രൈവറായി പ്രവേശിക്കുകയുമായിരുന്നു ചെയ്തതെന്നാണ് ഇവർ പറയുന്നത്. ഒന്നിച്ച് യാത്ര ചെയ്യുന്ന വേളയിൽ ഡ്രൈവറെ നടി ഇടയ്ക്കിടെ വിളിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സുരേഷ് ഗോപി കാര്യം അന്വേഷിക്കുകയും പ്രശ്നത്തിൽ ഇടപെടുകയുമായിരുന്നു. താൻ നടിക്ക് പണം നൽകിയിട്ടും നടി തന്നെ ശല്യപ്പെടുത്തുകയാണെന്നാണ് ഡ്രൈവർ സുരേഷ് ഗോപിയോട് പറഞ്ഞത്. ഇതേ തുടർന്ന് സുരേഷ് ഗോപി ഡ്രൈവറെ ന്യായീകരിച്ച് നടിയോട് സംസാരിച്ചത് അവർക്ക് ഇഷ്ടപ്പെടാതെ വരികയും നടി പോലീസിൽ സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകുകയുമായിരുന്നു. അതേപോലെ ഫ്ളാറ്റിൽ അതിക്രമിച്ച് കയറി തന്നെ ഒരു സ്ത്രീ മർദ്ദിച്ചുവെന്ന നടി മീനു മുനീറിന്റെ പരാതിയിൽ ട്വിസ്റ്റ് ഉണ്ടായിരുന്നു. നടി തന്നെയാണ് ആക്രമിച്ചതെന്ന് വാദിച്ച് ഫ്ളാറ്റിലെ അന്തേവാസിയായ സ്ത്രീയും രംഗത്ത് വന്നു. പിന്നാലെ സംഭവത്തിന്റെ വീഡിയോയും പുറത്തു വന്നു. ഫ്ളാറ്റിലെ പാർക്കിംഗ് ഏരിയയിൽ ബിൽഡർ ഓഫീസ് മുറി നിർമ്മിച്ചതിനെ ചൊല്ലിയുള്ള തർക്കമാണ് കയ്യാങ്കളിയിലെത്തിയത്. സംഭവത്തിൽ നടിക്കും ബിൽഡറുടെ ജീവനക്കാരിക്കുമെതിരെ നെടുമ്പാശ്ശേരി പോലീസ് കേസെടുത്തിട്ടുണ്ടായിരുന്നു. മിനുവിന്റെ പരാതിയിൽ ബിൽഡറുടെ ജീവനക്കാരിക്കും സഹായിക്കുമെതിരെ കേസെടുത്തു. ബിൽഡറുടെ ജീവനക്കാരിയാവട്ടെ തന്നെ മർദ്ദിക്കുന്ന മിനുവിന്റെ വീഡിയോ സഹിതമാണ് പോലീസിനെ സമീപിച്ചത്. പിന്നീട് ഈ കേസ് ഒത്തുതീർപ്പാവുകയായിരുന്നു. ഈ വീഡിയോ അടക്കം ഇന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ്. ചില മലയാളം സിനിമകളിലും നിരവധി സീരിയലുകളിലും മിനു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. മിന്നു കുര്യൻ, മീനു കുര്യൻ എന്നീ പേരുകളിലും അറിയപ്പെട്ടിരുന്നുവെങ്കിലും സിനിമയിൽ അറിയപ്പെട്ടത് മീനു കുര്യൻ എന്ന പേര് തന്നെയാണ്. സെയിന്റ് മേരി റെസിഡൻഷ്യൽ സെൻട്രൽ സ്കൂളിൽ തിരുവല്ലയിൽ നിന്നാണ് ഇവർ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. ഉപരിപഠനം നടത്തിയതാവട്ടെ മംഗലാപുരത്തെ STM ലോ കോളേജിലും. ഇതിനോടകം 20ഓളം സിനിമകളിൽ വേഷമിട്ട മിനുവിന്റെ തുടക്കം 2011 നാടകമേ ഉലകം എന്ന ചിത്രത്തിലായിരുന്നു. തുടർന്ന് കലണ്ടർ, ഡാ തടിയ, വൺ വേ ടിക്കറ്റ്, പ്രമുഖൻ, പ്രബലൻ, നല്ല പാട്ടുകാർ, ദേ ഇങ്ങോട്ട് നോക്കിയേ, പുല്ലുകെട്ട് മുത്തമ്മ എന്ന തമിഴ് ചിത്രം, കാമദേവി എന്ന തെലുങ്ക് ചിത്രം തുടങ്ങിയ ചിത്രങ്ങളിലും വേഷമിട്ടു. സിനിമയിൽ തുടരാൻ ആഗ്രഹമുണ്ടായിരുന്നുവെങ്കിലും ഉപദ്രവം അസഹനീയമായതോടെ മലയാള സിനിമ ഉപേക്ഷിച്ച് ചെന്നൈയിലേക്ക് താമസം മാറാൻ അവർ നിർബന്ധിതയാണ് എന്നാണ് മിനു പറയുന്നത്. കേരള കൗമുദിയിൽ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനത്തിൽ അധിക്ഷേപത്തിനെതിരെ താൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നെന്നും അവർ ഫേസ്ബുക്കിൽ പറയുന്നുണ്ട്. ഇതിനു മുൻപ് 2013 തന്നെ മിനു തനിക്കുണ്ടായ പ്രശ്നങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. മലയാള സിനിമയിൽ നിരവധി വലിയ ഓഫറുകൾ ലഭിച്ചിട്ടുണ്ടെന്നും എന്നാൽ അതിനു പിന്നിൽ ചെയ്യേണ്ടിയിരുന്ന വിട്ടുവീഴ്ചകൾ തനിക്ക് അംഗീകരിക്കാനാകുന്നില്ലെന്നും മിനു കുര്യൻ വ്യക്തമാക്കി. പല സിനിമകളിലും കുട്ടിക്കാനത്തെയും ഒറ്റപ്പാലത്തെയും ലൊക്കേഷനുകളിൽ നിന്നും രാത്രി ഒറ്റയ്ക്ക് കാർ ഓടിച്ച് തിരികെ പോരേണ്ട അവസ്ഥ ഉണ്ടായിട്ടുണ്ടെന്നും മിനു കുര്യൻ 2013 തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. ക്രിസ്ത്യാനിയായ നടി 2017 ഇസ്ലാമിലേക്ക് മതം സ്വീകരിച്ച് മിനു മുനീർ എന്ന പേരിൽ അറിയപ്പെടാനും തുടങ്ങി. ഇത് കേരളത്തിലടക്കം ഇസ്ലാമിക വിശ്വാസ സമൂഹം വലിയ രീതിയിൽ ആഘോഷിക്കുകയും വാർത്തയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർ
ഇവർ മക്കയിൽ പോയി ഉംറ ചെയ്തതിന്റെയും പർദ്ദയിട്ടുകൊണ്ട് എടുത്ത സെൽഫികളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കപ്പെട്ടു. തന്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താനായത് ഖുറാനിലാണെന്നും അതിനാലാണ് മതം മാറിയത് എന്നുമാണ് അവർ 48 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത്. അതിനിടെയാണ് അവരുടെ ഒരു തമിഴ് ചിത്രത്തിന്റെ ഫോട്ടോഷൂട്ട് പുറത്തു വന്നത്. ഇത് വിശ്വാസികൾക്കിടയിൽ ഒരു വിഭാഗത്തെ അവർക്ക് നേരെ സൈബർ ആക്രമണം നടത്താനുള്ള പ്രേരണയായി. എന്നാൽ ഒന്ന് തന്റെ വിശ്വാസവും മറ്റേത് തന്റെ തൊഴിലുമാണെന്നാണ് തന്നെ വിളിച്ച് ചോദിച്ചവരോട് അവർ പ്രതികരിച്ചിരുന്നത്. എന്തുതന്നെയായാലും മിനു മുനീറിന്റെ ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളോടെ പല പ്രമുഖന്മാർക്കും താരസിംഹാസനത്തിന് ഇളക്കം കിട്ടി എന്ന് തന്നെ മനസ്സിലാക്കാം. പല ബിംബങ്ങളും ഇതിനോടകം തന്നെ വീണുടഞ്ഞു കഴിഞ്ഞു. ഇനിയും എത്ര ആളുകളുണ്ടെന്ന് കണ്ടറിയാം.